പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അനുമോള് ആ ഒരു കുഴപ്പത്തിന്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നീ നെവിനോട്, അതായത് നെവിനോടാണ് പറയുന്നത്, നീ അനീഷിനെ ചെയ്തതുപോലെ എന്നെയാണ് ചെയ്തതെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം പറയുമ്പോൾ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഒരു കാര്യം? അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അനീഷിനെതിരെ മുൻപും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ആതിര നല്ല രീതിയിൽ അനീഷിനെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അത് നമ്മളാരും അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? അക്ബർ ഒരു ദിവസം നോമിനേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത്. നമ്മൾ ലൈവിൽ 24 മണിക്കൂറും ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പകുതിയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യം നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? അതായത് അവിടെ ഒരു നോമിനേഷൻ വന്നപ്പോഴേ അക്ബർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, അതായത് അനീഷ് ഏട്ടനെ അടിക്കുന്നത് ഞാൻ കണ്ടു, നല്ല രീതിയിൽ അടി കൊടുത്തിരുന്നു, പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് അവിടെ നെവിൻ എന്ന് പറയുന്നവൻ അനീഷിനെ ക്രൂരമായിട്ടെന്തോ ചെയ്തിട്ടുണ്ട്. മർദ്ദിക്കുക തന്നെയായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം നെവിൻ ആയതുകൊണ്ടും അതുപോലെ ബിഗ് ബോസ് വീട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നെവിൻ അത്ര ഇതൊന്നുമല്ല. നെവിൻ എന്താ വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ വേണ്ടപ്പെട്ട ഒരാളാണ്. ഹൈ റെക്കമെൻഡ് തന്നെയാണ് അവിടെ കയറിയിരിക്കുന്നത്. അതായത് ഈ ജാൻമണിയുടെയും പിന്നെ അഭിഷേക് ജയദീപിന്റെ ഒക്കെ ഫ്രണ്ടാണ്. അപ്പൊ അവര് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവരെ സ്വാധീനിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് കയറിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നെവിനെ അങ്ങ് എടുത്തു കൊണ്ടുപോയതൊന്നുമല്ല. അപ്പൊ നെവിൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാളെ മുടിയെല്ലാം വെട്ടിച്ച് ഉള്ളിലേക്ക് വിട്ടു. അതുപോലെ തന്നെ അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാൾ അതുപോലെയാണ് കളിക്കുന്നത്. അയാളെ പറ്റിയിട്ട് സാക്ഷാൽ മോഹൻലാൽ വരെ ഒരക്ഷരം പറയാറില്ല. അയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് കോമഡിയാണ്. മറ്റുള്ളവനെ തല്ലിക്കഴിഞ്ഞാൽ കോമഡിയാണ്. മറ്റുള്ള ഗെയിമുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ കോമഡിയാണ്. മറ്റുള്ളവരുടെ ആഹാരം കട്ടുകഴിഞ്ഞാൽ അത് കോമഡിയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നെവിൻ എന്ന് പറയുന്നവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ആയിട്ട് മാത്രമാണ് ഇവരൊക്കെ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇന്നലെ അനുമോള് പറഞ്ഞൊരു കാര്യത്തിന് നല്ല വാസ്തവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അനീഷിന് ഇയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ക്രൂരതയോടുകൂടി പെരുമാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം നമ്മളിൽ നിന്നും ഒളിച്ചു വെച്ചത്. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നെവിൻ പുറത്തു പോകേണ്ടി വരും. അത് മാത്രവുമല്ല, വലിയൊരു പ്രശ്നമാകാനുള്ള കാര്യമുണ്ട്. നെവിന് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ആകാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നെവിനെ നെഗറ്റീവ് ആക്കാതെ എങ്ങനെയെങ്കിലും അവിടെ തന്നെ സംരക്ഷിക്കുക. അതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ചില ആൾക്കാരുടെ താല്പര്യങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞതിന്റെ ക്ലാരിറ്റി നമുക്ക് കാണിച്ചു തരണം. എന്താണ് അനുമോൾ അവിടെ പറഞ്ഞത്? അവിടെ എന്താണ് മ്യൂട്ട് ചെയ്തത് എന്ന് നമുക്കറിയണം. അറിയാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ഊഹിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ മ്യൂട്ട് ചെയ്യണമെങ്കിലും നമ്മളെ കാണിക്കാതിരിക്കണമെങ്കിലും അവിടെ നടന്നിരിക്കുന്നത് ഒരു ഗുരുതരമായ സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനീഷ് അവിടെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ അനീഷിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അല്ലേ, ഒരു സാധാരണക്കാരനല്ലേ, അല്ലെങ്കിൽ ഒരു കോമണർ അല്ലേ, അയാൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും സഹിച്ചോട്ടെ, ഞങ്ങളെ ആളൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവിടെയുള്ളവർ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ സാക്ഷാൽ മോഹൻലാലിനോട് പറയുകയാണ്, ആ മ്യൂട്ട് ചെയ്ത സംഭവം എന്താണെന്ന് ഈ ആഴ്ചയെങ്കിലും താങ്കൾ പറഞ്ഞു തരണം. അതായത് പൊതുജനങ്ങളോട് പറയാനുള്ള ബാധ്യസ്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ് മുഴുവൻ നടക്കുന്നത്. ഇത് എഡിറ്റഡ് ഷോ അല്ല, ഇതൊരു മണ്ണാങ്കട്ട ഷോ അല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഇപ്പൊ അനുമോള് പറയുന്നതിന്റെ ഒരു വാക്ക് പോലും ഇന്നലെ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ പുറത്തുവിടുന്നുണ്ട്, ആവശ്യമില്ലാത്തതൊക്കെ അവരവിടെ പൂഴ്ത്തി വെക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനീഷിനെതിരെ അവിടെ ക്രൂരമായിട്ടുള്ള എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവം ഇവർക്ക് പുറത്തുവിടാൻ കഴിയില്ല. ഇവർ പുറത്തു വിടില്ല. വിട്ടുകഴിഞ്ഞാൽ നെവിൻ എന്ന് പറയുന്നവനെ സംരക്ഷിക്കാൻ കഴിയില്ല. അതായത് നെവിൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും കോമഡിയാണ്. അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അയാൾക്ക് ടാസ്ക് കുളമാക്കാം, അയാൾക്ക് അവിടെ കിടന്ന് വേറെ എന്തും ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അയാളെ വളർത്തിയതും ഇവര് തന്നെയാണ്. അവിടെയുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഇയാളെ ഗോപാലകൃഷ്ണനായിട്ട് വളർത്തിയത്. അതിലും ഇവർക്ക് ഒരുപാട് തെറ്റുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുത്തനെയും എടുത്തിട്ട് അനാവശ്യമായിട്ട് തലയിൽ കയറ്റി വെക്കരുത്, പിന്നെ അതൊരു ഒഴിയാ ബാധയായി തീരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അനുമോൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നെവിന്റെയും അതുപോലെ തന്നെ ആദില നൂറമാരുടെയും
ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് കൊണ്ട് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷിനെ പോലെ ആയിരിക്കണം. ഒരുത്തനെയും എടുത്ത് തലയിൽ വെക്കത്തില്ല, ഒരുത്തനെയും ഭയമില്ല, ഒരുത്തനോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പോയിട്ട് പണിയുണ്ടോ നോക്കടാ, ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്, നിങ്ങളിനി എന്നെ എന്ത് ചുക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരെങ്കിലും ഒരാളെ അടിക്കുകയാണെങ്കിൽ കൂടി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് മാത്രമാണ് അവിടെ എല്ലാവർ നോക്കുന്നത്. അതായത് അങ്ങനെയെങ്കിലും ഒരുത്തന് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപക്ഷെ ഷാനവാസ് വരെ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ കാരുണ്യം കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ എന്ന് പറയുന്നവൻ എന്നെ തല്ലടാ തല്ലടാ എന്ന് പറഞ്ഞ് തല്ലാൻ നോക്കിയപ്പോഴേ അവിടെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു നന്മ മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവിടെയുള്ള അക്ബറോ അല്ലെങ്കിൽ മറ്റുള്ളവനോ വലിയ വലിയ ആളാണെന്ന് നടിക്കുന്ന ചിലരോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാറി നിന്ന് വീക്ഷിക്കുകയാണ്. എന്തെങ്കിലും നടക്കട്ടെ, എന്തെങ്കിലും നടന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും മുതലെടുപ്പ് നടത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരൊക്കെ കാത്തിരുന്നത്. ഏതായാലും അവിടെ അനീഷ് കയറി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അന്ന് അവിടെ ഒരു അനിഷ്ട സംഭവം ഇല്ലാതെ പോയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അനീഷിന് എന്താണ് അവിടെ സംഭവിച്ചത്? അനീഷ് തന്നെ പുറത്തിറങ്ങുന്നതിന് മുന്നേ നമുക്ക് കിട്ടണം, അത് ലാലേട്ടൻ തന്നെ പറയണം. എന്താണ് അനുമോള് മ്യൂട്ട് ചെയ്ത്? അനുമോള് പറയുമ്പോഴേ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? നീ അനീഷിനെ ചെയ്തതുപോലെ എന്നോട് ചെയ്തതെങ്കിൽ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പറയുന്നുണ്ട്. ആ വാക്ക് എന്താണ്? എന്താണ് അനീഷിനെ ചെയ്തത് എന്നുകൂടി അവിടെ അനുമോള് പറയുന്നുണ്ട്. അനുമോളുടെ വായിൽ നിന്നും ഈ മ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രം, സിങ്ക് മാത്രമാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ നെവിൻ എന്ന് പറയുന്നവൻ അയാളെ ക്രൂരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് അടിയാകാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നെവിനോട് നല്ല രീതിയിലുള്ള ഫേവറിസം കാണിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ അനുമോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ പേരിന് മാത്രം നെവിനെ വിളിച്ച് ശാസിക്കുന്നുണ്ട്. നെവിനെ ഒന്നും തോന്നല്ലേടാ, ഞങ്ങൾക്ക് ഇതെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പൊടി ഇടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്, നെവിൻ ഇവിടെ ഉറങ്ങാനല്ല വന്നത്, ഇവിടെ വന്നിരിക്കുന്നത് കളിക്കാനാണ് എന്ന് ക്രൂരമായി പറയുകയും അതിനുശേഷം എന്ന് പറഞ്ഞാൽ നെവിനെ വിളിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതിൻ്റെ ആരായാലും വേണ്ടിയില്ല. ഇവന്മാർ ചെയ്യുന്നത് പ്രേക്ഷകരോടുള്ള ചതി മാത്രമല്ല, നിങ്ങളുടെ ചോറിൽ തന്നെ നിങ്ങൾ മണ്ണ് വാരിയിടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പ്രേക്ഷകർ ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 3 മാസമോ 4 മാസമോ മാത്രമേ ജോലിയുള്ളൂ. ആ ജോലി കൊണ്ട് നിങ്ങൾക്ക് ആയുഷ്കാലം മുഴുവൻ കഴിയേണ്ട സമ്പാദ്യം കിട്ടുന്നത് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഇത്രയും വലിയ വിജയമായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ചില ആൾക്കാർ വന്നിട്ട് ഇതിൽ മണ്ണ് വാരിയിടുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും അതായത് ഇതിൻ്റെ അകത്തുള്ള നിങ്ങളൊക്കെ ഇതുകൊണ്ടാണ് ചോറ് തിന്നുന്നതെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം. അല്ലാതെ പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബിഗ് ബോസിനെ തന്നെ വഞ്ചിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇതൊരു ഒരുപാട് പേരുടെ ചോറാണ് എന്നുള്ളൊരു വിചാരം വേണം. അല്ലാതെ ഇതൊരു ഷോ മാത്രമല്ല. ഈ ഷോയുടെ വിജയങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അരിയാഹാരം കഴിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അനീഷിന് സംഭവിച്ചത് എന്താണ്? ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.